ആഗോള രാഷ്ട്രീയത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള ആധിപത്യം നഷ്ടപ്പെടുകയാണെന്ന് പറയുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ആ സ്ഥാനം ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ ഏറ്റെടുക്കുകയാണെന്നും പുടിൻ കൂട്ടിച്ചേർക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ആധിപത്യം നഷ്ടപ്പെടുകയും ഗ്ലോബൽ സൗത്തിലെ പുതിയ വളർച്ചാ കേന്ദ്രങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നതോടെ കൂടുതൽ സങ്കീർണവും ബഹുധ്രുവവുമായ ലോകക്രമം രൂപപ്പെട്ടു വരികയാണെന്നും പുടിൻ പറഞ്ഞു. മോസ്കോയിൽ നടന്ന ഓപ്പൺ ഡയലോഗ് ഫോറത്തിൽ നടത്തിയ വീഡിയോ സന്ദേശത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിൽ ദേശീയ പരമാധികാരത്തിന് പ്രാധാന്യം നൽകുന്ന രാജ്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ കരുത്താർജിക്കുന്നുവെന്നും പുടിൻ കൂട്ടിച്ചേർക്കുന്നു. സാമ്പത്തികം, സാങ്കേതിക വിദ്യ, ജനസംഖ്യാ കണക്കുകൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നും ഇത് തടയാനാവാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോക വികസന മാതൃക സുസ്ഥിരമാകണമെങ്കിൽ അത് തുല്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. മറ്റു രാജ്യങ്ങളെ തകർത്ത് ഒരു രാജ്യത്തിനും വികസിക്കാൻ കഴിയില്ല. ഭൂമിയിലെ എല്ലാവർക്കും വിജയകരമായ ഭാവി ലഭിക്കത്തക്ക രീതിയിലായിരിക്കണം ആഗോള വികസന പ്ലാറ്റ്ഫോം പ്രവർത്തിക്കേണ്ടത്, പുടിൻ പറഞ്ഞു. അമേരിക്കയും സഖ്യകക്ഷികളും തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ ശ്രമിക്കുന്നത് ചരിത്രപരമായ മാറ്റങ്ങളെ തടയാനാണെന്നും ഓരോ രാജ്യത്തിനും സ്വന്തം പാത തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്നും പരസ്പര വിശ്വാസത്തിലൂന്നിയ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം പറയുന്നു. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഗ്ലോബൽ സൗത്ത്. 1995 ശേഷം ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള കയറ്റുമതിയിൽ 1300% വർധനവുണ്ടായി. പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയുടെ വളർച്ചാ നിരക്കിന്റെ ഇരട്ടിയാണിത്. വികസ്വര രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതിയുടെ 40%-ലധികവും ഇപ്പോൾ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾക്കിടയിൽ തന്നെയാണ് നടക്കുന്നത്. 2000 ആഗോള GDP-യുടെ 25% മാത്രം കൈവശം വെച്ചിരുന്ന ഈ വികസ്വര രാജ്യങ്ങൾ ഇന്ന് 45%-ഓളം വിഹിതം സ്വന്തമാക്കിയിട്ടുമുണ്ട്. അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയ വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇറാനിയൻ ജനത അവരുടെ പരമാധികാരത്തിനായി ധീരമായി പോരാടുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് അരാഗ്ചിയോട് പറഞ്ഞു. ഈ വിഷമഘട്ടം തരണം ചെയ്ത് ഇറാൻ സമാധാനം കണ്ടെത്തും. പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും റഷ്യ നടത്തുന്നുവെന്നും പുടിൻ അരാഗ്ചിയോട് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പശ്ചിമേഷ്യയിലെ അനിശ്ചിതമായ യുദ്ധ സാഹചര്യത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുണ്ടായ ഈ കൂടിക്കാഴ്ച ലോക നയതന്ത്ര രംഗങ്ങളിൽ പുതിയ ചർച്ചകൾ ഉയർത്തുകയാണ്. സംഘർഷത്തിന് പിന്നാലെ ഇറാനും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുകയാണ്. ഇസ്ലാമാബാദ് രണ്ടാം ഘട്ട ചർച്ച US ഇറാൻ സമ്മർദ്ദ തന്ത്രങ്ങൾ കടുപ്പിച്ചതോടെ പരാജയപ്പെട്ടു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നിർണായക കൂടിക്കാഴ്ച നടത്തിയത്. റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ഏറ്റവും ഉയർന്ന തരത്തിലുള്ള തന്ത്രപരമായ പങ്കാളിത്തമാണെന്ന് അരാഗ്ചി വിശേഷിപ്പിച്ചപ്പോൾ ഇറാൻ ജനത തങ്ങളുടെ പരമാധികാരത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടത്തെ വ്ളാഡിമിർ പുടിൻ അഭിനന്ദിച്ചു. തൊട്ടു പിന്നാലെ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവിന്റെ പ്രതികരണം പുറത്തുവന്നു. മേഖലയിൽ സമാധാനം കൊണ്ടുവരുന്നതിനായി ഏതൊരു മധ്യസ്ഥതയ്ക്കും റഷ്യ സന്നദ്ധമാണെന്നായിരുന്നു വാക്കുകൾ. ഇറാന്റെ പരമാധികാരത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തെ പുടിൻ പ്രശംസിച്ചു. പുതിയ ഇറാനിയൻ നേതൃത്വത്തിന് കീഴിൽ സമാധാനം വേഗത്തിൽ പുനഃസ്ഥാപിക്കാൻ റഷ്യയ്ക്ക് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം വാഗ്ദാനം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.